എന്നിട്ട് തന്നെ കാല് വരുത്ത് തുടങ്ങി. ഇനി വിഭവസമൃദ്ധമായ സൽക്കാരം കൂടി സ്വീകരിച്ചാൽ കേവലമാകും. എന്താണോ അങ്ങനെ പറഞ്ഞത്? ഞാൻ അങ്ങോട്ടൊന്നും പറഞ്ഞില്ല. എനിക്ക് പറയാനുള്ളത് ഇവളോടാ. എസ്റ്റേറ്റ് ഉണ്ട്, കാറുണ്ട്, ആനയുണ്ട്, കുതിരയുണ്ടെന്നൊക്കെ പറഞ്ഞ് എന്റെ മോനെ മയക്കി എടുത്തില്ലേ ഈ അഴിഞ്ഞാട്ടക്കാരി? എനിക്ക് ഇവളോടാ ചോദിക്കാനുള്ളത്. വേണ്ട, എന്റെ മോനെ നോക്കി നീ ഇനി കണ്ണും കലാശം ഒന്നും കാണിക്കണ്ട. അതെ, കുറച്ചുകൂടി മാന്യമായി സംസാരിക്കണം. നീ ആരാടാ എന്നെ മാന്യത പഠിപ്പിക്കാൻ? എന്റെ ചേച്ചിയാ കാഞ്ചന. ആണോ? എന്നാ പൊന്നാങ്ങളെ കേട്ടോ, ഇവിടെ ശരിക്കും ഞങ്ങളെ ചതിക്കുകയായിരുന്നു. ഞാൻ ആരെയും ചതിച്ചിട്ടില്ല. എന്നെ കുറിച്ചെല്ലാം ഞാൻ ഹരിയോട് പറഞ്ഞതല്ലേ. പറഞ്ഞപ്പോ എന്റെ എല്ലാ കുറവുകളോടും കൂടി എന്നെ സ്നേഹിക്കുന്നു ഹരി പറഞ്ഞത്. അല്ലെന്ന് ഹരിക്ക് പറയാവോ? അത് പിന്നെ ഞാൻ കരുതിയത് ഞാൻ പറയുന്നത് തമാശയല്ലെന്ന് ഹരിയോട് പറഞ്ഞു. എന്നിട്ടും അവനത് വിശ്വസിച്ചില്ല. അതെന്റെ മോന്റെ മണ്ടത്തരം. നിന്നെ അവൻ അത്രയ്ക്ക് അങ്ങ് സ്നേഹിച്ചു പോയി. ഇല്ലായിരുന്നെങ്കിൽ ഈ കാണുന്ന ദാരിദ്ര്യ കൂരയ്ക്കകത്തേക്ക് ഇവനെന്നെ കൂട്ടിയിട്ട് വരില്ലായിരുന്നു. മതി, ഇനി നിങ്ങൾ അധികം സംസാരിക്കണമെന്നില്ല. സംസാരിക്കുന്നത് പോയിട്ട് ഇവിടുത്തെ വായു പോലും ഞാൻ ഇനി ശ്വസിക്കില്ല. ശ്രദ്ധിക്കാൻ വരുന്നു. ഇവിടെ എന്താ ആരെങ്കിലും കല്യാണമാണോ? ഹായ്, ഏതായി അമ്മച്ചി? എന്ത് രസാ കാണാൻ. ഈ മാലൊന്ന് തരുമോ? കല്യാണത്തിന് മുമ്പ് ഇടാനല്ലേ? ഹായ്, എന്തൊക്കെയായി വാങ്ങി വെച്ചിരിക്കുന്നത്? എന്താ കാണിക്കുന്നത്? ഞാൻ പോക്കോളാം. കൊള്ളാം, കണ്ണില്ലാത്ത ഒരെണ്ണം, തലയ്ക്ക് സ്ഥിരതയില്ലാത്ത വേറൊരെണ്ണം. എല്ലാവരും കൂടി വല്ല ഗുരുവായൂരിലോ ശബരിമലയിലോ പോയിരുന്നാൽ മോശമല്ലാത്ത ചില്ലറ കിട്ടും. പ്ലീസ്, ഇനി നിങ്ങൾ ഇവിടെ നിൽക്കരുത്. ഞാൻ അരുതാത്ത എന്തെങ്കിലും പറഞ്ഞു. കാഞ്ചനയ്ക്ക് ഈ മുഖം മാത്രമല്ല ഉള്ളത്, അറിയാലോ. അറിയാമണി, നിനക്ക് ഒരുപാട് മുഖങ്ങളുണ്ടെന്നുള്ള കാര്യം ഇപ്പൊ ബോധ്യമായി. ഹരി, പോകാം. ഇവിടുന്ന് ഇറങ്ങിപ്പോകുന്നത് ആരെങ്കിലും കണ്ടാ പിന്നെ ജീവിച്ചിരുന്നിട്ട് കാര്യമില്ലടാ. എന്ന് ചിലക്ക് ഇറങ്ങി പോന്നല്ലേ. ആരായിരുന്നാലും ഇവരിപ്പോ നമ്മുടെ അതിഥികളാ. ആ മാന്യത നമ്മൾ കാണിക്കണം. ഒരു മാന്യത. എന്നോട് ക്ഷമിക്കുക. ഈ മകൾ കണ്ട എന്റെ അച്ഛൻ ഒരു സ്ത്രീയുടെ മുന്നിൽ ചെറുതായിട്ട് വന്നു. നിങ്ങൾ ആരുടെ മുമ്പിൽ ചെറുതാവാൻ ഈ അച്ഛനിപ്പോ മടിയില്ല മോളെ. പക്ഷെ അർഹതയില്ലാത്തത് നീ ഒന്ന് ആഗ്രഹിച്ചില്ല. നോക്കുമ്പോ സ്നേഹത്തിന് മുന്നിൽ പണത്തിന് എത്ര സ്ഥാനം ഉണ്ടെന്ന് ഞാൻ അറിഞ്ഞില്ലെന്ന് അച്ഛൻ. എനിക്ക് വേദനിച്ചില്ലേ?